നമസ്കാരം ഗൈസ്. അങ്ങനെ നമ്മൾ കാതറിനിൽ വന്നിട്ട് ആരും കണ്ടില്ല എന്നുള്ള പരാതി തീർന്നു. ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരെ കണ്ടു. മഴയും തുടങ്ങി. എന്താണ് ഇത് അവസ്ഥ? നമുക്ക് വണ്ടിക്കകത്ത് കയറി സംസാരിക്കാം. അപ്പോൾ ഞങ്ങളൊരു വണ്ടിയിലൊരു ചെറിയൊരു യാത്ര പോവുകയാണ്. ഈ വണ്ടിയിലാണ് പോകുന്നത്. എങ്ങോട്ടാണ് പോകുന്നതല്ലേ? ആ വണ്ടിയുടെ നമ്പർ കണ്ട വണ്ടിയുടെ ഓണറുടെ പേര് അതിലുണ്ട്. അരുൺ എന്ന് പറഞ്ഞ ആളുടെ വണ്ടിയിലാണ്. വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. മഴ തുടങ്ങിയുണ്ട്. മഴക്കാലമായതുകൊണ്ട് ബാക്കി വണ്ടിക്കകത്തിരുന്ന് നമുക്ക് സംസാരിക്കാം. അയ്യോ, അബദ്ധമായിപ്പോയി അല്ലേ? ഞാൻ വന്ന ടൈമിന്റെ പ്രശ്നമാണോ? ടൈമിന്റെ പ്രശ്നമാണ്. ആണോ? വെറ്റ് സീസൺ എന്ന് പറഞ്ഞ വെറ്റ് സീസൺ, അതായത് ഇവിടെ 2 സീസണേ ഉള്ളൂ എൻറ്റിയില്. വെറ്റ് സീസണും ഡ്രൈ സീസണും. ഓക്കെ. അപ്പം വെറ്റ് സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടമാനം മഴയും വെള്ളപ്പൊക്കവും ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ റോഡുകളെല്ലാം കട്ടാവും. അപ്പൊ അത് എൻറ്റിയുടെ ഒരു പ്രത്യേകതയാണ്. ഡ്രൈ സീസൺ വരുമ്പോൾ ഇവിടെ നല്ല വെതറാണ്. കാലാവസ്ഥ വയസ്സ് ഏറ്റവും നല്ല വെതറും ആയതുകൊണ്ട് ഭയങ്കര ആൾക്കാർ, ടൂറിസ്റ്റുകൾ വരും. ഓക്കെ, ഇതൊന്ന് പുറകിലോട്ട് വെച്ചേക്കാവോ ഈ സാധനം? ഓക്കെ. അരുൺ ചേട്ടൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞ? ഇവിടെ ഞാനിവിടെ നെറ്റ്മുലുക് നാഷണൽ പാർക്ക് ഉണ്ട്. നെറ്റ്മുലുക് നാഷണൽ പാർക്കിന്റെ അതിന്റെ അകത്ത് 3-4 ഹോട്ടൽ, ക്യാമ്പ് ഗ്രൗണ്ട്, ബോട്ടിങ് ഒക്കെ ഉണ്ട്. അതിന്റെ സിഇഒ ആയിട്ട് വർക്ക് ചെയ്യാണ്. വെരി ഗുഡ്. ഓക്കെ. നിങ്ങളുടെ പേരെന്തായിരുന്നു? എന്റെ പേര് സിബി. ഞാൻ ഇവിടുത്തെ കൗൺസിലില് റിക്രിയേഷൻ കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ സിബി. എന്റെ പേര് രാഹുൽ. ഞാനിവിടെ ടൊയോട്ടയില് സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഓക്കെ. എന്റെ പേര് അച്യുത്. ഞാനിവിടെ ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് പോവാം. ഈ സാധനങ്ങളൊക്കെ എന്തുവാ? ഇത് റേഡിയോ ആണ്. ഇപ്പൊ ഔട്ട് ബാക്കിൽ ഓടുന്ന വണ്ടി ആയതുകൊണ്ട് കുറച്ച് സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ ഉള്ളത് എപ്പോഴും നല്ലതാണ്. ഇതിപ്പം റേഡിയോ ഉണ്ടെങ്കിൽ നമ്മുടെ വഴിയിലൊക്കെ കാട്ടുപോത്തുകളോ പശുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ എതിരെ വരുന്ന ലോറിക്കാരും ബസ്സുകാരും ഒക്കെ റേഡിയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സ്ലോ ഡൗൺ അവിടെ കാട്ടുപോത്ത് വഴിയിലുണ്ട് എന്നൊക്കെ പറഞ്ഞു തരും. അപ്പൊ നമുക്ക് സേഫ്റ്റിയാണ്. അപ്പൊ നമ്മള് ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ ഇത് ഓണാക്കിയിടും. അത് അതിന്റെ ആന്റിനയാണ് ഫ്രണ്ടിൽ കാണുന്നത്. പലതരത്തിലുണ്ട്. എനിക്ക് ഒത്തിരി പൊക്കമുള്ള ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചെറുത് വെച്ചെന്നേ ഉള്ളൂ. നിങ്ങളുടെ വണ്ടിയിൽ സ്റ്റാർലിങ്ക് ഉണ്ടോ? സ്റ്റാർലിങ്ക് എന്റെ കമ്പനി വണ്ടിയിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ പല വണ്ടികളിലും സ്റ്റാർലിങ്കിന്റെ വൈഫൈ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ട്. അതായത് നമ്മൾ ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത 100 കിലോമീറ്റർ ഒക്കെ ചില സമയത്ത് നെറ്റ്വർക്ക് ഇല്ലാത്ത അവസരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും എമർജൻസി സംവിധാനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ വി മേ നീഡ് ഇറ്റ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു റിക്വയർമെന്റ്. അപ്പോൾ അങ്ങനെയാണ് പരിപാടി. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പരിപാടി? എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ നെറ്റ്മുലുക് നാഷണൽ പാർക്കിന്റെ തന്നെ ഒരു ഡിവിഷനാണ് ലിച്ച് ഫീൽഡ് എന്ന് പറഞ്ഞത് നമ്മുടെ എൻ്റെ അല്ല. പക്ഷേ നമ്മളിപ്പോ പോകുന്ന എഡിറ്റ് ഫാളാണ്. ആദ്യം പോകുന്ന എഡിറ്റ് ഫാളാണ്. ഇന്നലെ ആക്ച്വലി നമ്മൾ ഇവരുടെ നെറ്റ്മുലുക്കിന്റെ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷെ അവിടെ റോഡ് ബ്ലോക്ക്ഡ് ആയിരുന്നു, ഫ്ലഡ് കാരണം. അത് കാരണം നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. നമുക്ക് പോകായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എത്ര കിലോമീറ്റർ ഇന്ന് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ നമ്മള് മൊത്തം പോവുകയാണെങ്കിൽ ഇപ്പൊ ആദ്യം പോകുന്നത് 60 കിലോമീറ്റർ. അതാണ് ആദ്യത്തെ ഡെസ്റ്റിനേഷൻ. അത് കഴിഞ്ഞ് അടുത്ത 200 കിലോമീറ്റർ. ബാക്കി നമുക്ക് പോയിട്ട് പറയാം. 55,000 സ്ക്വയർ കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ പോലെ ഈ ഇൻഡിജിനസിന്റെ ലാൻഡ്, അതായത് ജാവോൻ എന്ന് പറഞ്ഞ ജാവോൻ പീപ്പിളിന്റെ ആണ് ഈ ലാൻഡ്. ഇപ്പൊ ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്മാനിയനേക്കാളും അല്ലെങ്കിൽ ടാസ്മാനിയയുടെ ഇക്വലന്റ് ലാൻഡ് ആണ് ഈ ഇൻഡിജിനസ് പീപ്പിളിന്റെ കയ്യിലുള്ളത്. 18 ക്ലാൻ ഗ്രൂപ്പിന്റെ കയ്യിലാണ് ഈ 55,000 സ്ക്വയർ കിലോമീറ്റർ ഉള്ളത്. മനസ്സിലായി. അതിന്റെ അകത്താണ് ഈ നെറ്റ്മുലുക് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഇവിടെ എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതൽ ഈ അബോറിജിനൽസിനെ കാണാൻ സാധിക്കുന്ന നോർത്തേൺ ടെറിട്ടറിയിലാണോ ഏറ്റവും കൂടുതലുള്ളത്? അവരുടെ പോപ്പുലേഷൻ ഏറ്റവും കൂടുതലുള്ളത്. പക്ഷെ ഇവര് ഓസ്ട്രേലിയ മുഴുവൻ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇവിടെ ഉണ്ട് ഒത്തിരി പേര്. പിന്നെ ഉളുറുവിലുണ്ട്. ഓക്കെ. അപ്പൊ അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ അടുത്ത ദിവസം ഇവിടെ നിന്ന് ബ്രിസ്ബെയിൻ പോകാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ക്യാൻസൽ ചെയ്തു. പ്ലാൻ ചേഞ്ച്ഡ്. അപ്പൊ ഇനി നെക്സ്റ്റ് എന്താന്നുള്ളത് വഴിയെ തീരുമാനിക്കണം. ഇത് കണ്ടില്ലേ, നമ്മൾ വിമാനത്തിൽ ടേക്ക് ഓഫ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കിനും എങ്ങനെയാണോ അതേപോലെ എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഇതിപ്പോൾ 140 കിലോമീറ്റർ വേഗതയിൽ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന വഴിയിലൂടെ, ചെറിയ വഴിയിലൂടെ. നമുക്കത് ലീഗൽ ലിമിറ്റാണത്, അതിൽ പോകാൻ പറ്റും. അതുകൊണ്ടല്ലോ ഇങ്ങനെ എൻ്റെ സ്പീഡാന്ന് നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. നമുക്ക് എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ വണ്ടി സ്ലോ ഡൗൺ ചെയ്താലേ പറ്റുള്ളൂ. ഞങ്ങളങ്ങനെ ആ ഒരു ഹൈവേ നിന്ന് നമ്മളൊരു ഡൈവേഷൻ എടുത്തിട്ട് ഒരു വാട്ടർഫോളിൻ്റെ അടുത്തേക്ക് പോവാണ്. അത്ര നേരം മഴയായിരുന്നു, നമ്മൾ വന്നപ്പോൾ മഴയില്ല. അപ്പോൾ ഇവിടെ ഒരു റെയിൽ ക്രോസിംഗ് കാണാം നമുക്ക്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിലെ ട്രെയിനുകൾ എപ്പോഴും പോകുന്നു, പക്ഷേ ഇല്ല. ഒരു ട്രെയിൻ ഒന്നുമില്ല. ഈ പാളം തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ മറ്റേ ആ ഗാൻ റെയിൽവേ മാത്രമല്ലേ ഉള്ളൂ അല്ലേ? ഗുഡ്സ് ട്രെയിൻ പോകുന്നുണ്ട്. ഓക്കെ. പാസഞ്ചർ ആയിട്ട് മറ്റേ ഗാൻ ഇതല്ലേ ഉള്ളൂ. പിന്നെ ഭയങ്കര എക്സ്ട്രീംലി എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു. ആഴ്ച 4 തവണ വരും. മാർച്ച് തൊട്ട് നവംബർ വരെ. അപ്പൊ നമ്മുടെ ഹോട്ടലിലാണ് 4 തവണ ആഴ്ച 4 തവണ വരുന്നത്. അപ്പൊ ഒരു ട്രെയിനിന്റെ അകത്ത് 220-250 പേര്
ഓ അത് ശരിയാ. ട്രെയിനിലുണ്ടാവും. അത് എല്ലാ ഫ്രൈഡേയും നമ്മുടെ ഇവിടെ ലുക്കിന്റെ നമ്മുടെ. അപ്പോൾ അവിടെ നിൽക്കുമോ ആ ട്രെയിൻ? ഇല്ല, ഇവിടെ ക്യാദറിൽ നിൽക്കും. ക്യാദറിൽ നിന്ന് ബസ് വഴി നമ്മുടെ ഹോട്ടലിൽ വരും. അപ്പോൾ ആ ട്രെയിനിൽ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമൊന്നുമില്ല? ഉണ്ട്, ട്രെയിനിലുണ്ട്. പക്ഷേ അവർ ലഞ്ച് കഴിക്കാൻ വേണ്ടി, ഫുഡ് കഴിക്കാൻ വേണ്ടി, നമ്മുടെ ബോട്ട് ക്രൂസ് നടത്താൻ വേണ്ടിയിട്ട് ആണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ്. അതായത് ഇവിടുത്തെ അതായത് നമ്മുടെ മറ്റേ IRCTCയുടെ ഭാരത് ദർശൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രിപ്പും ടൂറും ഒക്കെ ഓടിക്കുന്ന പോലെ തന്നെ, അല്ലെ ഗോൾഡൻ ചാരിറ്റ് ഒക്കെ ഓടിക്കുന്ന പോലെ തന്നെയുള്ള ട്രെയിൻ സർവീസ് ആണല്ലേ? അതെ. അപ്പം അതിന് തന്നെ 3 ക്ലാസ് ഉണ്ട്. നോർമൽ ക്ലാസ് ഉണ്ട്, പിന്നെ ഗോൾഡ് ക്ലാസ്. നോർമൽ ക്ലാസ് ആണെങ്കിലും നല്ല എക്സ്പെൻസീവ് ആണ്, നോക്കിയായിരുന്നു. അല്ല, അവര് 3 year ahead ബുക്ക്ഡ് ആണ്. എന്നാലേ പറ്റുള്ളൂ. കാരണം അത്രയ്ക്ക് അങ്ങനത്തെ കുറെ റെയിൽവേസ് ഉണ്ട് ഇവിടെ. ഇന്ത്യൻ അങ്ങനെ എന്തായിരുന്നു ഇന്ത്യൻ പസഫിക് എന്ന് പറഞ്ഞൊരു റെയിൽ ഓടുന്നുണ്ട് ഇവിടെ. അതെനിക്കൊന്ന് സിഡ്നി ടു പെർത്താണെന്ന് തോന്നുന്നു. അത് ലോങ്ങസ്റ്റ് റെയിൽ റൂട്ട് ഇൻ ഓസ്ട്രേലിയ ആണ്. അത് ഈ പറഞ്ഞ പോലെ ടൂറിസ്റ്റ് ട്രെയിനാണ്. അത് ഓൾസോ വെരി എക്സ്പെൻസീവ്. യൂട്യൂബിൽ നോക്കി കുറേ വീഡിയോസ് കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇതാണ് ഇവരുടെ ഫ്ലഡ് എന്ന് പറയുന്നത്. അതായത് ഇതൊക്കെ ശരിക്കും ഇത് ചിലപ്പോൾ ഒരു ചെറിയ തോടോ വല്ലതും ആയിരുന്നിരിക്കണം. ആ തോട് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കിനും അത് ആ ഫ്ലഡഡ് ഏരിയ എന്നുള്ള രീതിയിലാവും. എന്തോ ഭാഗ്യത്തിന് ഇവിടെ റോഡ് കുറച്ച് പൊക്കത്തായതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ റോഡും ചിലപ്പം റോഡ് കവിഞ്ഞ് വെള്ളം കയറി വന്ന് പോകും. അതാണ് സംഭവം. അങ്ങനെയാണ് ഇവരുടെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പം നമ്മളുണ്ടായിരുന്ന ക്യാദറിന്ന് വിട്ടിട്ട് ഇപ്പോൾ ഏകദേശം എത്ര സമയമായി? ഒരു 10-30 കിലോമീറ്റർ, അല്ല 30 അല്ലല്ലോ, 50 മേലെ ആയിക്കാണ്. 50 മേലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നും റേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതിനകത്ത് പെടാൻ പോകുന്നത് ഇപ്പം നമ്മൾ ഇത് തിരിച്ച് മുന്നോട്ട് പോയിട്ട് വിട്ടേക്കാം. നമ്മൾ മുന്നോട്ട് പോയിട്ട് നമ്മൾ അവിടെ ചെന്ന് ഒരു 5-6 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നതിനിടയ്ക്ക് വല്ല മഴയും പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വാട്ടർ ലെവൽ അപ്പാവും. പിന്നെ നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ല, നമ്മൾ ലോക്കായി പോകും. നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് എതിരെ ഒരു വണ്ടി വന്നു ഇതേപോലത്തെ. അപ്പോൾ ആ പുള്ളി മറ്റേ വയർലെസ്സിലൂടെ ഒരു ഇൻഫർമേഷൻ നമുക്ക് പാസ് ചെയ്തു. അവിടെ മുമ്പിൽ ഫ്ലഡഡ് ആണ്, വണ്ടി പോകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു. അങ്ങനെ നമ്മൾ മുമ്പിൽ വന്നപ്പോഴത്തേക്കും നമുക്ക് അവിടെ ഫ്ലഡഡ് ആണ്. അപ്പോൾ ഇനിയിപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് അവിടെ ഒരു മാർക്കുണ്ട്. ആ മാർക്കിൽ എത്ര മീറ്റർ ആണ് ഉയരം എന്ന് നമുക്ക് ആ മാർക്കിൽ കാണാൻ സാധിക്കും. എന്നിട്ട് അത് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ വണ്ടിക്ക് അത്രയും ഉയരത്തിൽ പോകാവുന്ന കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തൂടെ റിസ്ക് എടുത്തുകൊണ്ട് പോകാം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തിരിച്ചു പോവുക. അതാണ് അതിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. സോ നമുക്ക് പോകാൻ പറ്റുമോ? പോകാൻ പറ്റും. 0.4 ഉറപ്പാ. വിട്ടോ കുഴപ്പമില്ല. ഇതേ പോകുന്നു. അടിപൊളി. അപ്പൊ അവൻ നമുക്കൊരു ഹിന്റ് തന്നാണല്ലേ? അത് നമുക്ക് നോട്ടിഫിക്കേഷൻ തരുന്നതാണ്. അപ്പം ഈ റേഡിയോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുജിത്ത് പറഞ്ഞ പോലെ ഓസ്ട്രേലിയയിൽ ട്രാവൽ ചെയ്യുമ്പോൾ എല്ലായിടത്തും മൊബൈൽ നെറ്റ്വർക്കുകളില്ല. മൊബൈൽ നെറ്റ്വർക്കുകൾ ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഔട്ട് ബാക്കിൽ കൂടെ ട്രാവൽ ചെയ്യുന്ന വണ്ടികളാണെങ്കിൽ അതിനൊക്കെ റേഡിയോ ഫിറ്റ് ചെയ്തേക്കും. അപ്പം ഒരുവിധം ഈ 4-wheel ഡ്രൈവ്, ട്രക്ക്, ബസ്, അതിനെല്ലാം റേഡിയോ ഉണ്ട്. അപ്പം അവര് ശരിക്കും നമ്മളെ സഹായിക്കുന്നതാണ്. ഇപ്പൊ വഴിയിലെ പശുക്കൾ നിൽപ്പുണ്ട്, അല്ലെ കാട്ടുപോത്ത് നിൽപ്പുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ ഫ്ലഡ് ഉണ്ട്, കടന്നു പോകാൻ പറ്റത്തില്ല എന്നൊക്കെ നമ്മളെ, അല്ലെങ്കിൽ ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ കെയർഫുൾ ആവാൻ വേണ്ടി. കാരണം നമ്മളൊരു 130 സോണിലൊക്കെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും മൃഗങ്ങൾ പെട്ടെന്ന് ചാടിയാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അവരിത് പറയുന്നത്. പിന്നെ അടുത്ത ഈ ഔട്ട് ബാക്കിൽ ട്രാവൽ ചെയ്യുന്ന വണ്ടികൾക്കെല്ലാം തന്നെ ബുൾ ബാറുകളും ലൈറ്റ് ബാറുകളും ഉണ്ട്. അപ്പൊ ഒരു സേഫ്റ്റി ഫീച്ചറാണ്. ചുരുക്കം പറഞ്ഞ ഒരു വണ്ടി വാങ്ങി കഴിഞ്ഞാൽ എക്സ്ട്രാ ആയിട്ട് കുറെ സാധനങ്ങൾ അതിനകത്ത് പിടിപ്പിക്കണം. ഒരു 5-6 ലക്ഷം രൂപയുടെ എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്യണം. നെറ്റ്മൊലിക് നാഷണൽ പാർക്ക് നമുക്ക് ഇന്നലെ വരാൻ പറ്റാതിരുന്ന സ്ഥലമാണ്. അതായത് ഇത് വലിയൊരു ഏരിയ ആണ്. ആ ഏരിയയുടെ മറ്റൊരു ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ എഡിറ്റ് ഫോൾസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് വന്നു. നമ്മൾ നാഷണൽ പാർക്കിൽ കയറി. നാഷണൽ പാർക്കിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഡ്രോൺ പറത്താൻ പാടില്ല, പിന്നെ പെറ്റ്സിനെ കൊണ്ടുവരാൻ പാടില്ല, പിന്നെ ക്രോക്കഡൈൽസ് ഉണ്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ കയറി വരുമ്പോഴത്തേക്കിനും നമ്മളിവിടെ നെറ്റ്വർക്ക് വന്നു. ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഐ തിങ്ക് വി നീഡ് ടു വാക്ക് നോക്കാം. ഇങ്ങനെ ഈ വാട്ടർ ക്രോസിങ് വഴി വരാൻ പറ്റുന്ന വണ്ടികളൊക്കെ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടെ പാർക്കിനകത്ത് ഇതൊരു ചെറിയൊരു കഫേ ഉണ്ട്, ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, പിന്നെ ടോയ്ലറ്റ് സൗകര്യമുണ്ട്, അങ്ങനെയൊക്കെയുള്ള പല പരിപാടികളും ഉണ്ട് അല്ലേ. ഇപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കിനും ഇവിടെ ഒരു സാധനമുണ്ട്, പാർക്ക് എൻട്രി ഫീസ് എന്നും പറഞ്ഞുണ്ട്. ബുക്ക് ഓൺലൈൻ ഫോർ യുവർ പാർക്ക് പാസ് ആൻഡ് ക്യാമ്പ് സൈറ്റ്സ്. NT റെസിഡൻറ്റ്, അതായത് ഈ നോർത്തേൺ ടെറിട്ടറി റെസിഡൻസ് ആയിട്ടുള്ള ആളുകൾക്ക് പാസ് വേണ്ട.
ബാക്കിയുള്ള ആൾക്കാർ ഇവിടെ കയറണമെന്നുണ്ടെങ്കിൽ പാസ് എടുക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പാസ് കൊടുക്കാനോ ഇവിടെ ഓഫീസോ കാര്യങ്ങളൊന്നുമില്ല. അത് വോളണ്ടറി ആയിട്ട് ആൾക്കാർ എടുക്കുക എന്നുള്ളതാണ് അവരുദ്ദേശിക്കുന്ന സംഭവം എന്ന് പറയുന്നത്. ഇവിടുത്തെ അബോറിജിനൽസ് ആയിട്ടുള്ള ആൾക്കാരുടെ ആർട്ട് വർക്കുകളും മറ്റുമൊക്കെ ആയിരിക്കും ആ കാണുന്നത്. കണ്ടില്ലേ, കാങ്കരൂസും പിന്നെ അങ്ങനെയുള്ള പല സംഭവങ്ങളൊക്കെ ചെയ്തിരിക്കുന്നുണ്ടോ. അതായത് ബേസിക്കലി നടക്കാൻ വരുന്ന സ്ഥലമാണ് അല്ലേ. നമ്മളിവിടെ വന്ന് ഇവിടെ ആക്ച്വലി പല സ്ഥലത്തിലും ക്ലോസ്ഡ് ആണ് ഇപ്പോഴും. അപ്പോൾ ഇതൊരു ഫോൾസ് ഏരിയ ആണ്. ഇവിടെ ചെറിയ വാട്ടർഫോൾ ഉണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. അങ്ങനെ ഇത് മൊത്തത്തിൽ ഇവിടുത്തെ ആ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കാട്ടിൽ കയറി നടക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫോറസ്റ്റിൽ സംഭവിക്കുകയില്ല. പക്ഷേ ഇവിടെ അതൊക്കെ സംഭവിക്കും. ഇവിടുത്തെ പരിപാടി എന്ന് പറയുന്നത് ഇവിടെ നടന്ന് ട്രെയിലാണ്. ഇവിടെ നടക്കാൻ വേണ്ടിയാണ് ആൾക്കാർ വരുന്നത്. ഇങ്ങനെ ഫുൾ ട്രെയിൽ നടക്കാം, പിന്നെ ഷോർട്ട് ട്രെയിൽ നടക്കാം, അങ്ങനെ പല രീതിയിലുള്ള ട്രെയിൽസ് നമുക്ക് നടക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ലൂപ്പുണ്ട്. അതിന് ഏകദേശം ഇത്ര കിലോമീറ്റർ ഇത്ര സമയം നമുക്ക് എടുക്കും, മോഡറേറ്റ് ഡിഫിക്കൽട്ടാണ്, അങ്ങനെ സ്വീറ്റ് വാട്ടർ, അങ്ങനെ ഓരോ സംഭവങ്ങൾ വ്യക്തമായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് പരിപാടി. അപ്പോൾ നടക്കണമെന്നുണ്ടെങ്കിൽ നടക്കാം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ക്ലോസ്ഡ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഇവിടെ വരെയൊക്കെ വരാം, പക്ഷേ ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഈ ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ട് നമ്മളിനി പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരവാദിത്തമായിരിക്കും അല്ലേ. അങ്ങനെ പോകാൻ പറ്റില്ല, പോകാൻ പാടില്ല. ഫൈൻ കിട്ടുമോ? അത് കാരണം നാഷണൽ പാർക്ക് റേഞ്ചേഴ്സ് ഉണ്ട്. നാഷണൽ പാർക്ക് റേഞ്ചേഴ്സിന്റെ വണ്ടി കിടപ്പുണ്ട്. ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഫൈൻ തരും. അങ്ങനെയുണ്ട്. ക്ലോസ്ഡ് ആയിട്ട് ഇത് ഓപ്പൺ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് 2 കിലോമീറ്റർ റിട്ടേൺ പറഞ്ഞാൽ പോയി വരാൻ 2 കിലോമീറ്റർ, 1 കിലോമീറ്റർ അങ്ങോട്ട് 1 കിലോമീറ്റർ ഇങ്ങോട്ട്. ഓക്കെ. ഇതിന്റെ അകത്ത് ഇപ്പം ചിലപ്പോൾ ക്രോക്കഡൈൽസ് കാണും. ഫ്ലഡിങ്ങിന്റെ സമയത്തുള്ള ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോക്കഡൈൽസ് കയറി വരും. അപ്പോൾ അതാണ് അതിന്റെ സേഫ്റ്റി റീസണും കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ക്രോക്കഡൈൽ സർവേ ചെയ്യാന്ന് പറയും. ഇപ്പൊ നാഷണൽ പാർക്ക് റേഞ്ചേഴ്സ് വന്ന് ക്രോക്ക് സർവേ ചെയ്ത് ഇവിടെ ഉള്ള മുതലകളെയൊക്കെ പിടിച്ച് മാറ്റിയതിന് ശേഷം മാത്രമേ വീണ്ടും സ്വിമ്മിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ നടത്തുള്ളൂ. ഓക്കെ. ഇത് എല്ലാ വർഷവും ഉള്ളതാണ്. അപ്പോൾ എല്ലാ വ്യക്തിത്വം കഴിയുമ്പോൾ മുതല പിടിക്കണ്ട, നമുക്ക് പോവാം. ഇവിടെ മുതലനെ കഴിക്കും ഇവര്. മുതലയുടെ മീറ്റ് കിട്ടുന്ന ഒരു ക്രോക്കഡൈൽ ബർഗർ ഒക്കെ കിട്ടുമായിരിക്കും അല്ലേ? ബർഗർ കിട്ടും അല്ലേ? നീ കഴിച്ചിട്ടുണ്ടോ ക്രോക്കഡൈൽ ബർഗർ? കോണ്ടോർ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് അവിടെ കിട്ടും. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു സ്ഥലം ഇത് എക്സ്ട്രീംലി ഹോട്ട് ആവുന്ന ഒരു ഏരിയ ആണ്. അതായത് 40-45 വരെ പോകും അല്ലേ? 42 വരെ പോകുന്ന ഒരു സ്ഥലമാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഈ സമയം വെറ്റ് സീസൺ ആയതുകൊണ്ടും മഴക്കാലം ആയതുകൊണ്ടും ഇവിടെ വലിയ ചൂടിപ്പോൾ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വലിയ പ്രശ്നമില്ല നടക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ശരിക്കും ആ ഹോട്ട് ഉള്ള ആ ഒരു ചൂടത്താണ് ഇവിടെ കൂടുതൽ ആൾക്കാർ വരുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ നമ്മൾ ഓസ്ട്രേലിയ വലിയൊരു രാജ്യമാണല്ലോ. ഇപ്പോൾ നമുക്ക് ഡൽഹി മുതൽ മേളിലേക്ക് നമുക്ക് വിൻ്റർ സീസണുണ്ട്. അതേപോലെ തന്നെ ഇവിടെ സിഡ്നി മെൽബൺ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ വിൻ്ററുണ്ട്, തണുപ്പ് വരും. ചിലയിടത്ത് സ്നോഫോൾ ഉള്ള സ്ഥലങ്ങളുമുണ്ട്. പക്ഷേ ഈ നോർത്തേൺ ടെറിട്ടറിയിൽ അങ്ങനെ ഇല്ലല്ലോ. ഇവിടെ വിൻ്ററില്ല. നോർത്തേൺ ടെറിട്ടറിയിലും പിന്നെ പുറത്ത് ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും വിൻ്ററില്ല. അവിടെയൊക്കെ നമ്മൾ ഒരു ട്രോപ്പിക്കൽ വെതർ തന്നെയാണ്. അവിടെ ദൂരെ നമുക്ക് മലയുടെ മേളിൽ ഒരു വെള്ളച്ചാട്ടം കാണാം. ആ വെള്ളച്ചാട്ടമാണ്. ആ വെള്ളച്ചാട്ടം വന്നിട്ട് ഇതെന്തോ തിരയടിക്കുന്നേ, ഇത് കണ്ടില്ലേ? ഇവിടെ ശരിക്കും ഇത് ഇങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി നടന്ന് വേണം പോകാനായിട്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഫ്ലഡ് ആയത് കാരണം ഈ പറഞ്ഞ പോലെ ക്ലോസ്ഡ് ആണ്. കടലിൽ തിരയടിക്കുന്ന പോലെ അതുകൊണ്ട് ഇവിടെ തിരയടിക്കുന്നത് കണ്ടോ നോക്കി. രക്ഷയില്ല കേട്ടോ. അതിങ്ങനെ അത് എന്തായിരിക്കും തിരയടിക്കുക? അവിടെ നിന്ന് വെള്ളം ഒഴുകി വരുമോ അതിശക്തമായിട്ട്. ആ ഒഴുക്കിൽ ഇവിടെ ഉള്ള വെള്ളം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല കാര്യമായിട്ട് ശരിക്കും അത് ബീച്ച് പോലെയായി, മണലൊക്കെ അടിഞ്ഞിട്ട് അതേപോലെ ആയിട്ട് കണ്ടില്ലേ? അടിപൊളി. ഇവിടെ ശരിക്കും ഡ്രോൺ പറത്താൻ പറ്റുമായിരുന്നു. നമുക്ക് ഡ്രോൺ പറത്തി എന്താ സംഭവം എന്നെങ്കിലും നോക്കാമായിരുന്നു. പെർമിഷൻ എടുത്താൽ പറ്റുമെന്ന് തോന്നുന്നു. നാഷണൽ പാർക്കിന്റെ പെർമിഷൻ വേണം. ഇവിടെ ആൾക്കാരൊക്കെ വന്ന് സ്വിം ചെയ്യുന്ന സ്ഥലമായത് നോക്കിക്കോണേ. അതാണിപ്പം ഈ പറഞ്ഞ രീതിയിൽ ഫ്ലഡഡ് ആയിട്ട് കിടക്കുന്നത് ഇവിടെ. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് നടന്ന് മാറിയപ്പോഴത്തേക്കിന് നമുക്കിവിടെ ഒരു ചെറിയൊരു ഫോൾസ് പോലെ കാണാം. ആ വെള്ളം വന്ന് വീണിട്ട് അതിവിടെ കിടന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കറങ്ങിയാണ് ഇവിടെ ഇങ്ങനെ തിരയടിക്കുന്നത് പോലെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ നോക്കി. ഞങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് പുതിയൊരു വണ്ടിയും അതിനകത്ത് കുറച്ച് പുതിയ ആൾക്കാരും കൂടെ വന്നിട്ടുണ്ട്. നമ്മള് ഇനിയിപ്പോൾ എങ്ങോട്ടോ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇനി ഭയങ്കരക്ക് അടുത്ത സ്റ്റോപ്പ് കേട്ടോ. ഭയങ്കര അടുത്ത സ്റ്റോപ്പേ അവിടം വരെ പോകത്തുള്ളേ. അവിടം വരെ പോയാൽ മതി. അത് കഴിഞ്ഞ് ഞങ്ങളുണ്ടോ? നിർബന്ധമില്ല, ഒരു നിർബന്ധമില്ല. നമ്മൾ ഈ സൂവിലും അതേപോലെ തന്നെ ബേർഡ് പാർക്കിലും ഒക്കെ പോകുമ്പോഴത്തേക്കിനും കൊക്കാറ്റുവിനെ കാണത്തില്ലേ? ഫോട്ടോ എടുക്കാൻ വേണ്ടി നമുക്ക് കിട്ടുന്ന സാധനം ആ കൊക്കാറ്റുമാണ്. നമ്മളിപ്പോൾ കണ്ട കൊക്കാറ്റ് പറന്നുപോയി. ഞങ്ങൾ അതിഭയങ്കരമായിട്ടുള്ള ആ ഒരു വാട്ടർ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നാഷണൽ പാർക്കിൻ്റെ പുറത്തായതുകൊണ്ട് നമുക്ക് അവിടെ ഡ്രോൺ പറത്താം. എന്നാൽ പിന്നെ ഡ്രോൺ പറത്തി ആ വിഷ്വൽസ് മനോഹരമായിട്ട് ചിത്രീകരിക്കാമെന്ന് വിചാരിച്ച്
2 ടൊയോട്ട വണ്ടികൾ നമ്മൾ ആ വാട്ടർ ക്രോസിങ്ങിന് മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും കറങ്ങിയും തിരിഞ്ഞും പല രീതിയിൽ നമ്മൾ വണ്ടി ഓടിച്ച് കുറേ ഡ്രോൺ വിഷ്വൽസ് എടുത്തു. അത് ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു വാട്ടർ ലെവല് ഇപ്പം തിരിച്ചു വരാൻ നേരം കുറച്ചും കൂടെ റൈസായി. എത്ര കൂടി? 0.6 മീറ്റർ. അതായത് 1 മീറ്ററോളം എക്സ്ട്രാ അത് കൂടി. നമ്മൾ മാക്സിമം ഒരു അരമണിക്കൂറിന് മേലെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഒരു വണ്ടി അതിനിടയ്ക്ക് വന്നിട്ട് ഒരു ഭാര്യ ഭർത്താവാണ്, അല്ലെങ്കിൽ ഒരു കപ്പിളാണ്. അവർ ഓൾമോസ്റ്റ് വണ്ടി അതിൽ മുങ്ങിയാണ് അവർ ഇങ്ങോട്ടേക്ക് ഓടിച്ചു വന്നത്. എങ്ങനെയാണ് ഓടിച്ചുകൊണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ റെൻറ്റേ കാറൊക്കെ എടുത്തിട്ട് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളത്തിൽ കൂടെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അതൊന്നും കവേർഡായി കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ എത്ര ഫുൾ ഇൻഷുറൻസ് എടുത്താലും അതൊന്നും ചിലപ്പോൾ കവേർഡായി കിട്ടത്തില്ല. സ്വന്തം വണ്ടി ആകുമ്പോൾ എന്തും ചെയ്യാമല്ലോ അല്ലേ അല്ലേ. എന്നാലും വി ഗോട്ട് സം വെരി നൈസ് വിഷ്വൽസ്. നമ്മൾ മുമ്പിൽ ഒരു ഓവർ സൈസ് വണ്ടി പോകുന്നതിൻ്റെ ഒരു വാണിംഗ് ആയിട്ട് അതിൻ്റെ പുറകിൽ ഒരു വേറെ വണ്ടി പോകുന്നുണ്ട്. Please advise when it's safe to overtake. Thank you. അപ്പോൾ അവർക്ക് ഈ ചാനൽ 40 ഉണ്ടോ? കാണണമായിരിക്കും അല്ലേ? അത് ശരി. അങ്ങനെയുള്ളവരാണ് എക്സ്പോർട്ട് പോകുള്ളൂ. ഓക്കെ, അവര് ഉണ്ടാവും അല്ലേ? എല്ലാം മനസ്സിലായില്ല, ഏത് ഭാഷയാ പറഞ്ഞേ? ആണല്ലേ? എന്തോ അതാണ് പ്രശ്നം. ഇവരുടെ ആക്സിഡന്റ് രക്ഷയില്ല. ചില സമയത്ത് ആക്സിഡന്റ് ഭയങ്കര. വീണ്ടും വണ്ടി വരുന്നുണ്ടെന്നാ പറഞ്ഞു തോന്നുന്നു. ഇനി അവൻ എന്തെങ്കിലും പറയും. അവൻ ചെക്ക് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട് അവനവിടെ വന്നിട്ട്. ഇത് ഉള്ളാട്ടോ പരിപാടി. അപ്പൊ അവര് തമ്മിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ? വേറെ എക്സ്പോർട്ട് ഉണ്ട്. അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. പനാമ 2 എന്ന് പറയുന്ന എന്തോ ഒരു വലിയ ബോട്ടാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ എൻ്റെ അമ്മോ, ഒരു കിടിലൻ ട്രക്ക് അതുകൊണ്ട് വലിയ 3 എണ്ണം. മുമ്പിൽ ഏതൊരു വലിയ ട്രക്ക് വരുന്നുണ്ട്. ആ ട്രക്ക് വരുമ്പോഴത്തേക്കിന് ഈ ബോട്ടുകാരൻ ലെഫ്റ്റിലോട്ട് ഒതുക്കി പോകണം. കാരണം 2 വലിയ വണ്ടികൾ ക്രോസ് ചെയ്യാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ഇവരുടെ ഈ ഒരു വയർലെസ് സംഭവങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്കത് അറിയാൻ പറ്റും. എന്തൊക്കെ വലിയ വണ്ടികളാണ് എനിക്ക്. ഈ റോഡ് ട്രെയിൻസ് വലിപ്പം അത് കണ്ട് വണ്ടി കൊണ്ടുപോകുന്ന സാധനമാണ്. ഇത് വലിപ്പം നോക്കിയത് രക്ഷയില്ല കേട്ടോ. രാജ്യം പോലെയാ വലിപ്പം എല്ലാ കാര്യത്തിലും. വണ്ടിയിലും മൊത്തത്തിൽ എല്ലാത്തിലും വലിപ്പമാണ്. അതുകൊണ്ടല്ല, നമ്മുടെ ഇവിടുത്തെ ഓസ്ട്രേലിയ റൺ ചെയ്യുന്ന റോഡ് ട്രെയിൻസ് വഴിയാണ്. ഓസ്ട്രേലിയയിൽ റെയിൽവേ നെറ്റ്വർക്ക് വളരെ മോശമാണ്. അതായത് ട്രെയിൻ വളരെ കുറവാണ്. കാരണം ഇവിടെ ലാഭകരമല്ല. അതുകൊണ്ട് ഓസ്ട്രേലിയയിലെ ഫുഡ്, ഡ്രിങ്ക്സ്, ഫ്യൂവൽ എന്ന് വേണ്ടതൊക്കെ എല്ലാം കൊണ്ടുപോകുന്ന ബൈ റോഡാണ്. അതുകൊണ്ടാണ് ഇതിനെ റോഡ് ട്രെയിൻസ് എന്ന് വിളിക്കുന്നത്. ഓസ്ട്രേലിയ ശരിക്കും സ്റ്റോപ്പാവും ഈ റോഡ് ട്രെയിൻസ് ഇല്ലെങ്കിൽ. ഒരുപാട് മലയാളികളും അല്ലെങ്കിൽ പഞ്ചാബികളും ഒക്കെ ഈ റോഡ് ട്രെയിൻ ബിസിനസ് ചെയ്ത് ജീവിക്കുന്നുണ്ട് ഓസ്ട്രേലിയയിൽ. ലാഭകരമായ ബിസിനസ്സുമാണ്. അവർക്കൊക്കെ ഇഷ്ടംപോലെ കോൺട്രാക്ട്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇതില്. കാരണം ഓസ്ട്രേലിയയിൽ ഫുഡ് മൂവ് ചെയ്യുന്ന ഇതിലാണ്. നമ്മളങ്ങനെ വീണ്ടും ഹൈവേയിലേക്ക് തിരിച്ചു വന്ന് ഇപ്പോൾ വീണ്ടും വിമാനം ടേക്ക് ഓഫ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പോലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ 140 കിലോമീറ്റർ എങ്ങാണ്ടുണ്ട്. അഡിലെയ്ഡ് റിവർ അല്ലേ? അഡിലെയ്ഡ് റിവർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള പ്ലാനാണ്. അതായത് കാനറിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ഒരു 150 കിലോമീറ്റർ എന്തോ ഉണ്ട് അഡിലെയ്ഡ് റിവർ അല്ലേ? നമ്മള് പൈൻ ക്രീക്കിലാണ് കഴിക്കാൻ പോകുന്നത്. 100 കിലോമീറ്റർ. അത് അവിടെ എത്തുമ്പോഴേ ഇനി എന്തെങ്കിലും കിട്ടുള്ളൂ. അടുത്തൊരു 100 കിലോമീറ്റർ കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുള്ളൂ. അതാണ് സംഭവം. ഈ അഡിലെയ്ഡ് എന്ന് പറഞ്ഞത് ഇവിടുത്തെ വേറൊരു ടൗൺ ആണ്. അത് ഏത് പ്രൊവിൻസ് ആണ്? സൗത്ത് ഓസ്ട്രേലിയയുടെ ക്യാപിറ്റലാണ് അഡിലെയ്ഡ് എന്ന് പറയുന്നത്. ഇവിടെ അഡിലെയ്ഡ് റിവർ എന്നും പറഞ്ഞുകൊണ്ടൊരു റിവർ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഒരു റിവർ ഉണ്ട്. ആ ഒരു റിവറിനോട് ചേർന്നൊരു ചെറിയൊരു വില്ലേജ് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അവിടെയാണ് വല്ല മമ്മം കിട്ടുന്ന സ്ഥലം. ഇനി ഞങ്ങളിപ്പോൾ ആ വണ്ടിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റിയില്ല. ഓവർടേക്ക് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അതിന് മുമ്പ് ഞങ്ങൾ എത്തേണ്ട സ്ഥലത്ത് നമ്മൾ എത്തി. അത്ര നമ്മൾ കുറേ നേരം ആ വണ്ടിയുടെ പുറകിൽ നിന്ന്. എനിക്ക് അവരുടെ സ്പീഡ് ലിമിറ്റ് 80 ആയിരുന്നു. അതോ 100 ആയിരുന്നോ? 80 ആയിരുന്നു അവരുടെ സ്പീഡ് ലിമിറ്റ്. അങ്ങനെ ഓരോ വാഹനങ്ങൾക്കും ഓരോ സ്പീഡ് ലിമിറ്റ് ഉണ്ട്. മൊത്തത്തിൽ 130 ഒക്കെ ലിമിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും ലൈക്ക് ക്യാമ്പർ വാൻ ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ലിമിറ്റഡ് ആണ്. നമ്മളിപ്പോൾ ഇപ്പോൾ പൈൻ ക്രീക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലം, പൈൻ ക്രീക്ക് അല്ലേ? പൈൻ ക്രീക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തി. ഇവിടെ എന്താ ഉള്ളത് നമുക്ക് നോക്കാം. കണ്ടോ, റെയിൽവേ റിസോർട്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. ഒരു ബാർ അക്കോമഡേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സെറ്റപ്പുകളാണ്. ഇത് പെട്രോൾ പമ്പാണോ? അടിപൊളി. അവനവൻ തന്നെ ഇറങ്ങി അടിക്കണം, അതാണ് ഇവിടുത്തെ പ്രത്യേകത. അതിന്റെ അകത്ത് കൊണ്ട് കാശ് കൊണ്ട് കൊടുക്കണം, എല്ലാം അതിനകത്ത് കൊണ്ട് കൊടുക്കണം. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടാണ് ഇവിടെ കൊണ്ട് വണ്ടി നിർത്തിയത്. ഇപ്പോൾ ഇത് പൈൻ ക്രീക്ക് എന്ന് പറഞ്ഞ സ്ഥലം പണ്ട് ഗോൾഡ് മൈനിങ് നടന്നിരുന്ന സ്ഥലമാണ്. ഇപ്പോഴും ഇവിടെ ഇഷ്ടംപോലെ ഗോൾഡുണ്ട്. ഇനി ഭാവിയിൽ എപ്പോഴെങ്കിലും മൈനിങ് തുടങ്ങുമെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. എനിക്ക് അന്നത്തെ മൈനുകളിൽ നിന്നൊക്കെ സാധനങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന റെയിൽപാതകളൊക്കെ ആയിരിക്കും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ 2 വണ്ടികളും വന്നു. ലെറ്റ്സ് ഗോ ആൻഡ് ഹാവ് ഫുഡ്.
നോക്കി 2 വണ്ടിയിൽ എത്ര ആൾക്കാരാണ് വന്നെന്ന് നോക്കി. ഇതിപ്പോൾ ഒരു സമ്മേളനത്തിനുള്ള ആൾക്കാരായല്ലേ ഇവിടെ എല്ലാവരും. ഇത്രയും ദിവസം ആരും ഇല്ലായിരുന്നു. വന്നപ്പോൾ എല്ലാവരും കൂടെ ആൾ കൂടി. ഇവിടെ എന്തെങ്കിലും പരിപാടി നടക്കുന്നുണ്ടോ? ഫുഡ് കഴിച്ചാലോ? ഇതൊക്കെ എന്താ? So is there a place where we can have some food? We just have hot box food, and the other restaurant in town is closed on Sundays, unfortunately. So Nothing in this town? No, Catherine might be the closest. Yeah. Oh, we are coming from Catherine. Adelaide River or Darwin. That's half an hour. I'm not sure. You're not sure. Yeah. Okay. Yeah, we do have hot box or Okay. things in the coolers. Thank you. അതായത് അടുത്ത് ഫുഡ് കിട്ടുന്ന സ്ഥലം എന്ന് പറയുന്നത് 100 കിലോമീറ്റർ 150 കിലോമീറ്റർ പുറകെ പോയിട്ട് കാതറിന് പോകണം അല്ലേ? 100 പോയാൽ ഇനി ഒരു 100 കിലോമീറ്റർ പോയാൽ തുല്യ ദൂരമാണ്. അഡ്ലൈഡ് റിവർ പോയാലും ഗ്യാദറിന് പോകാനും തുല്യ ദൂരമാണ്. 100 കിലോമീറ്റേഴ്സ്. നമ്മൾ ഗ്യാദറിനാണ് ഇങ്ങോട്ട് വന്നത്. ഗ്യാദറിന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കിനും ഇവിടെ വന്നപ്പോഴത്തേക്കിനും പറയുക ഗ്യാദറിന് പോയാലും ഫുഡ് കിട്ടുമെന്ന്. അതായത് 150 കിലോമീറ്റർ തിരിച്ചു പോകണം. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് 100 കിലോമീറ്റർ മുന്നോട്ട് പോയിട്ട് അഡലേഡ് റിവർ പോകണം. അപ്പോൾ ഇവിടെ ഈ ഗ്രാമത്തിൽ ഫുഡൊന്നും ഇല്ല. ഇവരെ പിന്നെ അത്യാവശ്യം കുറച്ച് വേണമെങ്കിൽ ഹോട്ട് ഡോഗോ പിന്നെ ഫ്രൈഡ് ചിക്കൻ സ്നാക്സ് സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. പിന്നെ ദർ ഇസ് അനദർ റെസ്റ്റോറൻറ്റ് ഇൻ ദിസ് ടൗൺ, ബട്ട് അത് സൺഡേ ആയതുകൊണ്ട് ക്ലോസ്ഡ് ആണ്. നല്ല നാടാ കേട്ടോ നിങ്ങൾ ജീവിക്കുന്ന സ്ഥലം, സമ്മതിക്കണം. വീട്ടിൽ പോയി കഞ്ഞിയും പയറും കഴിക്കാൻ. ഞായറാഴ്ച ആണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ശനിയും ഞായറും ആണെങ്കിൽ തീർന്നു, പുറത്തിറങ്ങണ്ട. അതാണ് അവസ്ഥ. ഇതൊക്കെയാണ് സംഭവം. ഓരോ നാട്ടിലെ ആൾക്കാർ ലൈക്ക് ഇത് എന്താ പറയുക, ഇത് എൻജോയ് ചെയ്യുന്ന ആളുകളാണ് ഇവിടുത്തെ ആൾക്കാർ. മനസ്സിലായില്ലേ? ദേ ആർ നോട്ട് യൂസ് ടു സിറ്റീസ് ഓർ സിറ്റി ലൈഫ് ഓർ എനിത്തിങ്. ഇതാണ് ഓസ്ട്രേലിയയുടെ ഗ്രാമജീവിതം എന്ന് പറയുമ്പോഴത്തേക്കും. മനസ്സിലായില്ലേ? എങ്ങനെയുണ്ട്? ഈ കടയിൽ ചിക്കൻ ഉണ്ടായിരുന്നു, 2 പീസ് ചിക്കൻ വാങ്ങിച്ച് കഴിച്ചു. കോട്ടിലോട്ട് പോയിട്ട് ഏത് ലുക്കൗട്ട്? ഇവിടെ കിടക്കുന്ന ലുക്കൗട്ട് ഉണ്ട്. നിങ്ങളും ആദ്യമായിട്ടല്ലേ? എല്ലാവരും ആദ്യമായിട്ടല്ലേ? ഓക്കെ. അപ്പോൾ എനിക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടി കിട്ടി. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും പറയാൻ വന്നോ? എന്താ പറയാൻ വന്നത്? ഞാനിവിടെ പുറത്തിറങ്ങിയിട്ട് അവിടെ ടോയ്ലറ്റ് ഉണ്ടായിരുന്നു, അപ്പുറത്തായിരുന്നു. ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി ഞാൻ ഇറങ്ങിയിട്ട് അങ്ങോട്ട് നടന്നപ്പോഴത്തേക്കിനും അവിടെ ചെളിയായിരുന്നു മൊത്തം. എൻ്റെ ഷൂ എല്ലാം കൂടെ അടുത്ത് ഇതായിപ്പോയി. ഞാൻ പിന്നെ കുറേ കഷ്ടപ്പെട്ട് തുടച്ച്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു ആ പൈൻ ക്രീക്ക് ഗോൾഡ് ഫീൽഡ്സ് കാണാൻ വേണ്ടിയാണ്. നമുക്കിവിടെ ആ ഒരു വെള്ളത്തിൽ ഇങ്ങനെ വലിയൊരു ഡാമിൻ്റെ ഏരിയ പോലെ കിടക്കുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഗോൾഡ് ഫീൽഡ് ആയിരുന്നു. അതായത് ഏകദേശം $393 മില്യൺ വരുന്ന ഗോൾഡ് ഇവിടെ നിന്നും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആലോചിച്ച് 1871 ഇവിടെ ആദ്യമായിട്ട് ഗോൾഡ് ഡിസ്കവർ ചെയ്യുന്നത്. അതിനുശേഷം പല സമയത്തായിട്ട് ഗോൾഡ് മൈനിങ് തുടങ്ങുകയും ആരംഭിക്കുകയും നിർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. 1995 ഇവിടെ അവസാനമായിട്ട് ഗോൾഡ് ആ ഒരു എടുക്കുന്നത് നിർത്തിയത്. ഇനിയിപ്പോൾ വീണ്ടും ഇവിടെ തുടങ്ങാനുള്ള പദ്ധതിയാണ്. അതായത് ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന ഈ ഡാം പോലെ കിടക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് ഈ വെള്ളമെല്ലാം കൂടെ പമ്പ് ചെയ്ത് കളഞ്ഞ് വീണ്ടും അവിടെ കുഴിക്കാനുള്ള പരിപാടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടി എന്തോ വലിയ സംഭവങ്ങളും എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എവിടെ നിന്നോ മെഷീൻസൊക്കെ കൂടെ എന്തോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു തടാകം പോലത്തെ ഈ സ്ഥലത്തിന് 135 മീറ്റർ നീളമുണ്ട്, ആഴമുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. 135 മീറ്റർ ആഴം. കെൻ യു ഇമാജിൻ ഹൗ മച്ച് ഇറ്റ് ഈസ്? ഈ ഒരു ചെറിയ സ്ഥലത്ത് അത്രയും കുഴിച്ച് പോയതാണ്. ഇനിയും കുഴിക്കും. ഇവിടെ ഇപ്പോൾ ശരിക്കും ഒരു വ്യൂ പോയിന്റ് പോലത്തെ തന്നെ ഒരു സ്ഥലം ഉണ്ടാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു സംഭവം കാണാം, ഒരു പ്ലാറ്റ്ഫോം. അതായത് ഈ പ്ലാറ്റ്ഫോം എന്താണെന്ന് പറഞ്ഞാൽ ഒരു എൻ്റർപ്രൈസ് പിറ്റാണ്. അതായത് പണ്ട് സ്റ്റുവാർട്ട് ഹൈവേ എന്ന് പറഞ്ഞൊരു ഹൈവേ ഉണ്ടായിരുന്നു, അത് ഇതിലൂടെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അത് ഇവിടെ സ്വർണ്ണം ഡിസ്കവർ ചെയ്തപ്പോഴത്തേക്കിന് റിയലൈൻ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. 6 മീറ്റർ ഡീപ്പുള്ള ഒരു കുഴി ഇവിടെ ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ എണ്ണയൊക്കെ എടുക്കത്തില്ല, അതേപോലെ തന്നെയുള്ള എന്തോ പരിപാടിയിലാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് എവിടെ കുഴി? എവിടെ? ഇതിങ്ങനെ ഒരു റെക്ടാങ്കുലർ ഷേപ്പിൽ ഇങ്ങനെ ചെത്തി കുഴിച്ച് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക, പോയേക്കുക. അതേപോലത്തെ എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു. ഇവിടെ അതേപോലത്തെ ഒരു കുഴിയുണ്ട്. ഇതെന്താ ചെറിയ കുഴിയാ? അതേ അത്രേ ഉള്ളൂ. നമ്മളങ്ങനെ ഒരു റോഡ് ട്രെയിനിനെ ഓവർടേക്ക് ചെയ്യാൻ പോവാണ്. ഇത് 3 വലിയ കണ്ടെയ്നർ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സാധനം, അതാണ് റോഡ് ട്രെയിൻ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓവർടേക്കിംഗ് ലെയിൻ എന്ന് പറഞ്ഞ ലെയിൻ വരും ഇവിടെ. ആ ലെയിൻ എത്തുമ്പോൾ അവിടെ മാത്രമേ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരു എയർ സ്ട്രിപ്പ് ഉണ്ട്. ആ എയർ സ്ട്രിപ്പ് കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. ഡു നോട്ട് എൻ്റർ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ കയറാൻ പറ്റില്ലേ?
നമ്മളൊരു സ്ഥലം കാണാൻ വേണ്ടി വന്ന ഇവിടെ ഒരു വേൾഡ് വാർ ടൂവിൻ്റെ സമയത്തുണ്ടായിരുന്ന ഒരു എയർ സ്ട്രിപ്പ് ഉണ്ടായിരുന്നു, മാക്ഡൊണാൾഡ് എയർ സ്ട്രിപ്പ് എന്നാ പേര്. പക്ഷെ ഞങ്ങളവിടെ വന്നപ്പോഴത്തേക്കിന് അവിടെ ആ എയർ സ്ട്രിപ്പിൽ അങ്ങോട്ടേക്ക് പോകുന്ന റോഡ് ആക്സസ് അവർ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. മേ ബി ഫ്ലഡഡ് ആയിട്ടായിരിക്കും, അല്ലെ വേറെ എന്തെങ്കിലും റീസൺ ആയിട്ടായിരിക്കും. അതുകൊണ്ട് അതും നമുക്ക് മിസ്സായി. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. വണ്ടിക്കകത്ത് ഇന്ധനമൊക്കെ ഉണ്ടല്ലോ അല്ലേ? വണ്ടിക്കകത്ത് ഇന്ധനമുണ്ട്. ഇത് പറഞ്ഞപ്പോഴാ പണ്ട് പറ്റിയ അബദ്ധം ഓർത്ത്. വ്ലോഗ് വായിച്ച് ഓസ്ട്രേലിയയിൽ കൂടെ ടൂർ നടത്താൻ പോയി. അപ്പൊ എല്ലാം 250 കിലോമീറ്ററിൽ ഫ്യൂല് കിട്ടുമെന്ന് പറഞ്ഞ് പോയി. പക്ഷെ ബ്ലോഗർ എഴുതിയിട്ടില്ലായിരുന്നു വൈകിട്ട് 4 മണി കഴിഞ്ഞാൽ ഫ്യൂല് കിട്ടിയായിരുന്നു. ടൈം ഡിഫറൻസ് ഉണ്ടെന്നുള്ള കാര്യം. വണ്ടി ഓടിച്ചു പോയി 5 മണി ആയപ്പോഴത്തേക്കാണ് ആ ഫ്യൂൽ പമ്പിൽ എത്തിയത്. അന്നേരം അവിടെ ഫ്യൂലില്ല, എല്ലാവരും അടച്ചിട്ട് പോയി. പിറ്റേ ദിവസം വരുള്ളൂ. -3 തണുപ്പേല് AC ഇല്ല, ഒന്നും ഇല്ലാതെ പിറ്റേ ദിവസം വരെ തണുത്ത് വിറച്ചിരുന്നു. ജീവിതത്തില് ഏറ്റവും കടുപ്പമേറിയ ഒരു രാത്രിയായിരുന്നു. അതായത് ഇവിടെ പല സ്റ്റേറ്റും തമ്മിൽ ടൈം ഡിഫറൻസ് ഉണ്ട് അല്ലേ? ഡേ ലൈറ്റ് സേവിങ്സ് പല സ്റ്റേറ്റ്, ഇപ്പൊ ഇവിടുത്തെ ടൈം അല്ല അപ്പുറത്തെ സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ. അതേപോലെ തന്നെ വേറൊരു നിയമം, അതായത് നമുക്കറിയാമല്ലോ ഓസ്ട്രേലിയയിലേക്ക് വരുമ്പോഴത്തേക്കിനും നമ്മള് ബയോസെക്യൂരിറ്റി ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ എയർപോർട്ടിലൊക്കെ നമ്മൾ എന്തെങ്കിലും വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഫുഡ് പ്രോഡക്ട്സോ ഫുഡ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവരാൻ ഡിക്ലെയർ ചെയ്യണം. കൊണ്ടുവരാൻ പാടില്ല എന്നാണ് ബേസിക്കലി, ഡിക്ലെയർ ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടുന്ന് ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് പോകുമ്പോഴും അതേപോലെ സെയിം സംഭവങ്ങളുണ്ട് എന്നുള്ളത് എനിക്ക് അറിയാത്തൊരു കാര്യമായിരുന്നു. അതും ഡിക്ലെയർ ചെയ്യണം അല്ലേ? ഡിക്ലെയർ ചെയ്താൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല, കൊണ്ടുപോകത്തില്ല. അവർ കളയും. ഒരു ബിന്നുണ്ട്, നമ്മൾ തന്നെ എടുത്ത് ബിന്നിലിടണം. ചെക്ക് പോസ്റ്റുകളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളിപ്പോ ഇവിടുന്ന് ഏറ്റവും അടുത്ത് നമ്മുടെ ചെക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ഓസ്ട്രേലിയൻ ബോർഡറുമായിട്ടാണ് ക്യാദറിന് ഏറ്റവും അടുത്ത്. 400 കിലോമീറ്റർ ഉള്ളൂ. അവിടുന്ന് പോയി കഴിഞ്ഞാൽ കനുനാരെ എത്താം. അത് വെസ്റ്റേൺ ഓസ്ട്രേലിയ ആണ്. അപ്പൊ അവിടെ പോകുന്നിടത്ത് കറക്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമ്മുടെ വണ്ടി എല്ലാം പരിശോധിച്ച് നമ്മുടെ വണ്ടിക്കകത്ത് ഫ്രിഡ്ജോ എന്തെങ്കിലുമൊക്കെ ബാഗൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തുറന്നു നോക്കും. എന്നിട്ട് മാത്രമേ കടത്തി വിടുള്ളൂ. അപ്പൊ നമ്മൾ ഡിക്ലെയർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ അകത്ത് ഒരു ആപ്പിളോ ഓറഞ്ചോ എന്തെങ്കിലും പിടിച്ചാൽ പോലും നമുക്ക് ഫൈൻ തരും. നമ്മുടെ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ആ പിന്നിലേക്ക് ഇട്ടോളാൻ പറ്റും. ഫ്രൂട്ട്സും വെജിറ്റബിളും സെപ്പറേറ്റ് കിട്ടാൻ മതി. അതാണ് ഇവിടുത്തെ ക്വാറന്റൈൻ റൂൾസ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യം. അതായത് ഒരു സ്ഥലത്തെ ഒരു സ്റ്റേറ്റിലെ ആളുകൾ വേറൊരു സ്റ്റേറ്റിൽ പോയി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് ഓസ്ട്രേലിയ വൈൻ റീജിയൻസും അതും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഈ മുന്തിരിവള്ളിക്കും വാഴയ്ക്കും അങ്ങനെയുള്ള ഒരുപാട് കൃഷിക്കൊക്കെ ഒത്തിരി ദോഷം വരുന്നതുകൊണ്ടാണ് മെയിനായിട്ട് ഈ ക്വാറന്റൈൻ റൂൾ ഇമ്പോസ് ചെയ്തേക്കുന്നത്. ഞാൻ കുറേ നേരം വണ്ടി ഓടിച്ചു. അടിപൊളി കേട്ടോ വണ്ടി ഓടിക്കാനായിട്ട്. ഞാൻ ലാൻഡ് ക്രൂസർ ആദ്യമായിട്ടായിരുന്നു ഓടിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ താഴെ ഇത് കണ്ടോ, ഈ ചരൽ കണ്ടോ? ഈ സാധനം ഇത് ഇവിടുത്തെ ചരലാണേ. ഈ സാധനം വെച്ചിട്ടാണ് ഈ റോഡ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ കാണിച്ചു തരാം. എനിക്കൊന്ന് ഇത് റോഡ് ഉണ്ടാക്കിയിട്ട് ആ ചരലെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുകയായിരിക്കും, അല്ല ആ മെറ്റലെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുകയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സെയിം സാധനമാണ് ഇവിടെ ആക്ച്വലി റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു വണ്ടി വരുന്നുണ്ട്. ആ വണ്ടി പോയിട്ട് ഞാൻ കാണിച്ചു തരാം. കാരണം 130 km/h വേഗത്തിൽ വരുന്ന വണ്ടിയായിരിക്കും. അതൊക്കെയാണ് ഷൂ എന്നും പറഞ്ഞു പോകുന്നതാണ്. അതൊക്കെയാണ് ഷൂ പോയി പുറത്തുനിന്ന് മേള വരുന്നുണ്ട്. ഇതാണ് കണ്ടില്ലേ ഇവർ റോഡ് ഉണ്ടാക്കുന്ന സാധനം. കണ്ടോ? പേടിച്ചു പോയി ഞാൻ അങ്ങോട്ട് പോകുന്ന കണ്ടിട്ട്. ഞങ്ങൾ തിരിച്ച് ക്യാദറിൻ വന്നപ്പോഴത്തേക്കിനും ഇവിടെ എല്ലാം മഴയാണ്. ബിസിനസ്സുകാരൊക്കെ താമസിക്കുന്ന ഇവിടെയാണ്. മിനിമം 5 ഏക്കർ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ മനസ്സിലായില്ല. അതായത് ഇവിടുത്തെ പണക്കാരില്ലേ, ഒത്തിരി കൊല്ലമായിട്ട് താമസിക്കുന്ന ക്യാദറിൽ താമസിക്കുന്നവരൊക്കെ താമസിക്കുന്ന ഡ്രൈവാണ് ഇപ്പൊ നമ്മൾ പോകുന്നത്. സിമെന്റ് ഡ്രൈവ് എന്ന് പറയും. ഓക്കെ. ഇപ്പൊ ഇവിടെ ഏറ്റവും കുറഞ്ഞ ലാൻഡ് 5 ഏക്കറും വീടുമാണ്, അല്ല 20 ഏക്കറും വീടും അങ്ങനെയൊക്കെയാണ്. ഇവിടെ ലോങ് ടൈം ആയിട്ട് താമസിക്കുന്നവരെല്ലാം ഇവിടെ തന്നെയാണ്. ഇപ്പൊ ഇടതുവശത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ അതൊരു 10-20 ഏക്കറിനകത്ത് വീടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പോൾ താങ്ക്സ് ഫോർ ടേക്കിംഗ് us for a drive. അടിപൊളിയായിരുന്നു. അപ്പോൾ വൈകിട്ട് കാണാം. വൈകിട്ട് നമ്മൾ എന്താ ബാർബിക്യൂ പാർട്ടിയാണ്. ആണോ? ചുമ്മാ മലയാളികളുടെ ബാർബിക്യൂ. സ്പൈസി ആവോ? ഇതൊക്കെ നമ്മുടെ ഇതുപോലെ. അപ്പോൾ ശരി, see you later. Bye. Yes, bye.